ആക്ഷൻ. ഒരു തീർത്ഥയാത്രയിലൂടെ എന്ന വണ്ണം നിങ്ങളെ ആനയിക്കുന്ന ഈ ചിത്രത്തിൽ ആത്മീയ അന്വേഷണങ്ങളിലൂടെ ഈശ്വരന്റെ ചരിത്രം അനാവരണം ചെയ്യപ്പെടുകയാണ്. ഈ ചിത്രത്തിന്റെ കേന്ദ്രബിന്ദുവായ ചോദ്യത്തിനുത്തരം ഇതിൽ തന്നെയുണ്ട്. അതുതന്നെയാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തവും. ഒരേ ഒരു ഈശ്വരനോടുള്ള പ്രേമത്തിന്റെ പേരിൽ നമ്മളെല്ലാവരും വീണ്ടും ഒന്നിച്ചുകൂടെ. ഈശ്വരനെക്കുറിച്ചുള്ള സത്യസന്ധമായ ജ്ഞാനത്തിന് ആഗോളതലത്തിൽ സർവമത രഞ്ജനത്തിനായി സർവസമ്മതമായ ശക്തമായ ഒരു പൊതുവേദി പ്രദാനം ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ പൂർവ്വ ചരിത്രങ്ങളും പല ആനുകാലിക സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഈശ്വര വിശ്വാസത്തെ ചൊല്ലി നമുക്കിടയിൽ മതങ്ങൾ തമ്മിൽ പൂർവാധികം പിളർപ്പുകൾ സൃഷ്ടിക്കുന്ന അഭിപ്രായ ഭിന്നതകളെക്കുറിച്ചാണ്. ഇപ്പോൾ സമയം ആസന്നമായിരിക്കുകയാണ്. തീവ്രമായ നമ്മുടെ വിശ്വാസങ്ങളെയും മനോഭാവങ്ങളെയും കുറിച്ച് പുനർചിന്തിക്കുവാനും പരസ്പരം വീണ്ടും ഏകോപിക്കുവാനുമുള്ള വഴികൾ കണ്ടെത്തുവാനുള്ള സമയം. മധുരമായ സംഗീതത്തിന്റെ വിവിധ സ്വരങ്ങൾ പോലെ ഓരോരോ മതങ്ങളും തമ്മിൽ സമന്വയിച്ചാൽ ആ സമ്പൂർണ്ണ ജനരഞ്ജകമായ സംഗീതം ഒരേ ഒരു ജഗദീശ്വരനോടുള്ള വിശ്വാസത്തെയും പ്രേമത്തെയും എത്രമാത്രം പരിപോഷിപ്പിച്ചിരിക്കും. ആ സാഹോദര്യ സൗഹാർദ്ദ സമഞ്ജസ സമ്മേളനം ആഗോള തലങ്ങളിലാകെ എന്തുമാത്രം പരമാനന്ദവും പ്രശാന്തിയും പ്രദാനം ചെയ്തിരിക്കും. ഏക ഈശ്വര ജ്ഞാനത്തെക്കുറിച്ചും സർവലൗകിക സാഹോദര്യത്തെക്കുറിച്ചുമുള്ള ഒരു സുമാതൃക നമുക്കുള്ളിൽ ഉണർത്താൻ ഒരു സുവർണ അവസരമായിരിക്കട്ടെ ഈ ചിത്രം. വരൂ, ഈ തീർത്ഥയാത്രയിൽ നമുക്കും പങ്കുചേരാം. पशूनां पतिं पापनाशं परेशं पूर्णज्ञानसारं मगध चित्स्वरूपम् स्वयं प्रकाश देवो श्री सोमनाथ महादेव मिङ्कं स्मरामि स्मरारिम् أتأمل في الله العظيم. هو رب جميع الكائنات، هو المخلص من الآثام، هو رب الجنة، هو محيط من المعرفة، هو الكيان النوراني ورب الكون. ധ്യാനിച്ചിടുന്നേൻ ഒരേയൊരീശ്വരനെ, സർവജ്ഞാനസാഗരൻ പാപവിനാശകനെ, സർവലോകൈകനാഥനെ, സകല ചരാചരൻ അഖില നിർഭരനെ, പരഞ്ജ്യോതിർമയൻ പരമപുരുഷനെ, സ്വയം പ്രഭാപൂരമാം കൃപാകതിർമയനെ, മഹേശം സുരേശം സുരാരാതിനാശം വിഭും വിശ്വനാഥം ബ്രഹ്മസ്വരൂപം വിരൂപാക്ഷമിന്ദ്വർഗവഹിനി ത്രിനേത്രം സദാനന്ദം മീഡേ പ്രഭു സ്വയം സ്വരൂപം. أصلي لرب جميع الأسياد، هو الله الأعظم، هو إله نبلاء الجنة، هو مصدر الخير، هو العليم والخبير، هو رب الكون، هو محيط من الرحمة، هو خالق الكون. ധ്യാനിച്ചിടുന്നേൻ മഹേശ സർവേശനെ, അഖില ശോകഹാരി അസുര സംഹാരിയെ, നന്മകൾക്കെല്ലാം വിളനിലമാകുമവനെ, തിന്മകൾക്കെല്ലാം ഉന്മൂലനാശകനെ, പ്രകൃതി നിയാമകനെ പ്രപഞ്ചേശ്വരനെ, വിനവിഘ്ന വിനാശകൻ വിശ്വേശ്വരനെ, പഞ്ചഭൂതേശൻ നവഗ്രഹ നായകനെ, സർവ ശുഭമംഗളദായകനെ. നമസ്തേ നമസ്തേ വിഭോ വിശ്വമൂർത്തെ, നമസ്തേ നമസ്തേ
चिदानंद मूर्ते नमस्ते नमस्ते तपोयोग गम्य नमस्ते नमस्ते श्रुति गान गम्य। കാലത്തിൻ്റെയും ആകാശപ്പരപ്പിൻ്റെയും അനന്തമായ മഹാർണവത്തിൽ അചിന്തനീയമാം വണ്ണം വലിപ്പമേറിയ കോടാനുകോടി താരാപഥങ്ങളുണ്ട്. അവയിൽ ഓരോന്നിലും അസംഖ്യം നക്ഷത്രങ്ങളും. ഈ പ്രപഞ്ചം നമ്മുടെ ചിന്തകൾക്കുപരിയാണ്. പ്രപഞ്ചത്തിൻ്റെ സുന്ദരമായ ഈ രചനാ പദ്ധതിയിൽ ഒന്നാണ് നമ്മുടെ താരാപഥം. സൗരയൂഥത്തിന്റെ അതിർത്തിക്കുള്ളിൽ 9 ബില്യൺ മൈലുകൾക്കപ്പുറം നീല നിറത്തിൽ വളരെ ചെറിയൊരു ബിന്ദു കാണാം. ഈ നീല ബിന്ദുവാണ് നമ്മുടെ ഭൂമി. ജീവൻ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമി. ഈ ഭൂമിയിൽ ഭൗതികവും ആത്മീയവുമായ ഊർജങ്ങളുടെ നിരന്തര പ്രവർത്തനത്തിൽ മുഴുകി നമ്മൾ ഈ ശാശ്വതമായ നാടകത്തിൽ മനുഷ്യരായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിയാൽ ഈ നാടകം ഹാസ്യാത്മകമോ ദുരന്ത പര്യാവസായിയോ അല്ല. എന്റെ ജീവിതം നശിപ്പിച്ചു നീ ശനി പിടിച്ചവളെ, ഇവിടെ ഇറങ്ങിപ്പോക്കോണ നീ. പക്ഷേ തെറ്റായ കാഴ്ചപ്പാടുകൾ കാരണം നമ്മുടെ വർത്തമാന സമൂഹം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണാം. സുഖലകരികളിൽ അടിമറിയല്ലേ മനമേ, മായതൻ ജാലങ്ങളിലായി ദിശ തെറ്റിത്തിരിയാതെ. ഓ ലൗകിക സുഖലകരികളിൽ അടിമറിയല്ലേ മനമേ, മായതൻ ജാലങ്ങളിലായി ദിശ തെറ്റിത്തിരിയാതെ. നിരന്തരം സുഖമെന്ന് സ്വയമേ നിർണയിക്കാതെ കനവുകളെല്ലാം കൈവിട്ടൊരു നാൾ പറന്നു പോകൂലേ. അനർഘമാം നിൻ യൗവനമേ ദിശ തെറ്റിപ്പോകുമ്പോൾ, അനർഘമാം നിൻ യൗവനമേ ദിശ തെറ്റിപ്പോകുമ്പോൾ നീ പോകും പാതയെ നേർവഴിയെന്ന് നനയ്ക്കാതെ. ജീവിതത്തിൽ നാം പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് നിരന്തരമായ സന്തോഷം നൽകാത്ത വഴികളാണ്. അവനവനെ സമ്പന്നനാക്കുന്ന പ്രയത്നത്തിൽ നമ്മൾ സ്വയം അറിഞ്ഞോ അറിയാതെയോ നിരന്തരം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. കാലം പോകും കൂടെ പ്രായം
കനവുകളും പോയിടും. ഉയരും വിട്ടൊരു നാൾ പോകും, കുടൽ കാലിക്കൂടാകും. ചില നിമിഷമുല്ലാസം കൂടെ ശാപക്കേടാകും. ചില നിമിഷമുല്ലാസം കൂടെ ശാപക്കേടാകും. നീ പോകും പാതയെ നേർവഴിയെന്ന് നിനയ്ക്കാതെ. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, ചിന്തകളിൽ, ലക്ഷ്യങ്ങളിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. നാം അതേപ്പറ്റി പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. നിരന്തരം സുഖമെന്ന് സ്വയമേ നിർണയിക്കാതെ കനവുകളെല്ലാം കൈവിട്ടൊരു നാൾ പറന്നു പോകൂലേ. അനർഘമാം നിൻ യൗവനമേ ദിശ തെറ്റിപ്പോകുമ്പോൾ, അനർഘമാം നിൻ യൗവനമേ ദിശ തെറ്റിപ്പോകുമ്പോൾ, നീ പോകും പാതയെ നേർവഴിയെന്ന് നിനയ്ക്കാതെ. നമ്മുടെ പൂർവജർ കുരങ്ങുകളായിരുന്നു എന്ന ശാസ്ത്രീയമായ ആശയം നമ്മെ തീർത്തും സ്വാതന്ത്ര്യരും അക്രമാസക്തരുമാക്കി മാറ്റി. സമൂഹത്തെ കൂടുതൽ ഹിംസാത്മകമാക്കി. എന്നാൽ വാസ്തവത്തിൽ ഉന്നതമായ സഭ്യതയുടെയും ദിവ്യമായ സംസ്കാരത്തിന്റെയും വംശജരാണ് നമ്മൾ. ഈ സൃഷ്ടി പരിപൂർണമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് വിവിധ സംസ്കാരങ്ങളും വിശ്വാസ പ്രമാണങ്ങളും അംഗീകരിക്കുന്നു. ആ കാലഘട്ടത്തെ നാം സുവർണയുഗം എന്ന് വിളിക്കുന്നു. ഒരു കാലത്ത് ഈ ലോകം അതീവ ചേതോഹരമായ ഒരു പൂന്തോട്ടമായിരുന്നു. ഭൂമിയിലെ സ്വർഗം, നമ്മുടെ ഇതിഹാസത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു അത്. വിശ്വത്തിലെ ഏറ്റവും സുവിശിഷ്ടവും ശ്രേഷ്ഠവുമായ സമയം. അന്ന് ഓരോ വസ്തുവും അവിടെ സർവോത്തമമായിരുന്നു. ആ കാലത്തിന്റെ സ്മൃതികൾ ഇന്നുമുണ്ട്. വിശ്വത്തിലെ ആ സുവർണ കാലത്തെ നമ്മൾ അനേകം പേരുകളാൽ വിശേഷിപ്പിക്കുന്നു. സ്വർഗം, പാരഡൈസ്, ഹെവൻ, ജന്നത്ത്, ബഹിഷ്ഠം, വൈകുണ്ഠം, ഏദൻ തോട്ടം, അല്ലാഹുവിന്റെ പൂന്തോട്ടം, അറ്റ്ലാന്റിസ് എന്നിങ്ങനെ. സുവർണയുഗം, പരമാദർശ രാജഭരണത്തിന്റെ കാലം. ഈ വ്യവസ്ഥിതിയിൽ ചക്രവർത്തിയും ചക്രവർത്തിനിയും രാജ്യത്തിൽ പ്രഥമ സ്ഥാനീയരായിരുന്നു. അവിടെ സർവരും കുലീനതയുള്ളവരും വിജ്ഞാനികളുമായിരുന്നു. അവർ കാഞ്ചന നവരത്ന ഖചിത കൊട്ടാരങ്ങളിലാണ് വസിച്ചിരുന്നത്. രാജഭരണത്തിന്റെ പരമോന്നത പദവി അലങ്കരിച്ചിരുന്ന ചക്രവർത്തിമാർ പൂർണ്ണ ഹൃദയത്തോടെ ശുഭഭാവനയോടെ രാജ്യം ഭരിച്ചിരുന്നു. സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും സമാനതയോടെ പരിഗണിച്ചു. ഓരോ വ്യക്തിയും രാജസമാനരായിരുന്നു. കാരണം ഏവർക്കും പരിപൂർണമായ ആത്മബോധമുണ്ടായിരുന്നു. സമ്പൂർണമായ സദ്ഭാവനയോടെ സുഖസംതൃപ്തരായി ഏവരും ജീവിച്ചു. സമ്പൽ സമൃദ്ധമായ ആ കാലത്തിൽ സകല ജീവജാലങ്ങളും സദ്ഗുണങ്ങളാൽ സമ്പുഷ്ടരായിരുന്നു. പ്രകൃതി അവിടെ വസിച്ചവർക്കെല്ലാം ഒരുപോലെ ആനന്ദം പ്രദാനം ചെയ്തു.
ആ സുഖസമ്പൂർണമായ ലോകത്തെ നമ്മൾ സ്വന്തം ദുഷ്കർമ്മങ്ങളാൽ നഷ്ടപ്പെടുത്തി. പ്രശാന്തിയുടെയും പവിത്രതയുടെയും സത്യസന്ധതയുടെയും ആ ആദർശ സാമ്രാജ്യം ക്രമേണ മിത്തുകളായും കെട്ടുകഥകളായും പരിണമിച്ചു. കാലപ്രവാഹത്തിൽ സർവോത്തമമായ സചേതനയും ഉന്നത മൂല്യങ്ങളും ശ്രേഷ്ഠ സദ്ഗുണങ്ങളും നമ്മുടെ അടിസ്ഥാനപരമായ ആന്തരിക മൂല്യങ്ങൾ പോലും നാം വിസ്മരിച്ചു പോയി. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നാം നമ്മുടെ ദിവ്യ ചൈതന്യത്തിന്റെ സർവശ്രേഷ്ഠാവസ്ഥയിൽ നിന്നും അവരോഹണം ചെയ്തു തുടങ്ങിയപ്പോഴാണ് വിസ്മരിക്കപ്പെട്ടു പോയ ആ മഹത്തായ സത്യങ്ങളെപ്പറ്റി അന്വേഷണം ആരംഭിച്ചത്. ആരാണ് നമ്മൾ? എവിടെ നിന്ന് വന്നു? ജീവിതമെന്താണ്? മരണമെന്താണ്? ഈ ഭൗതിക ലോകത്തിനും ഉപരിയായി മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇത്രയൊക്കെ ദുഃഖഭരിതവും ക്ലേശപൂർണവുമായത്? സത്യത്തിൽ ഈശ്വരനുണ്ടോ? ഈ മൗലികമായ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനായി മനുഷ്യർ യാഥാർത്ഥ്യത്തിന്റെ മറ്റ് തലങ്ങൾ തേടിയുള്ള അന്വേഷണം ആരംഭിച്ചു. ഭൗതികവും ഇന്ദ്രിയപരവുമായ തലങ്ങൾക്കപ്പുറമുള്ള ആത്മീയ തലങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം. അത് അതിദീർഘമായിരുന്ന ആന്തരിക യാത്രയെ കൂടുതൽ ഗഹനവും വ്യക്തിഗതവുമാക്കി. അനന്തമായ ശാന്തിയും പ്രസന്നതയും പ്രദാനം ചെയ്ത ഈ അന്വേഷണത്തിനൊടുവിൽ അനേകം മനുഷ്യരുടെ മനസ്സിൽ സർവശക്തിമാനായ പരമചൈതന്യത്തിന്റെ അനുസ്മൃതി അങ്കുരിച്ചു തുടങ്ങി. ഈശ്വരനെ പ്രാപിക്കുവാനുള്ള ഒരു സുദീർഘ യാത്രയായിരുന്നു അത്. അനന്തമായ ഒരന്വേഷണം. ജ്ഞാനം തേടിയുള്ള അന്വേഷണം. ബോധോദയത്തിനായുള്ള അന്വേഷണം. ദുഃഖരഹിതമായ ഒരു കാലമുണ്ടായിരുന്നുവെന്ന് മനുഷ്യർ വിസ്മരിച്ചിരുന്നു. എന്തിൻ്റെയോ സ്പഷ്ടമായ ഭാവമുണ്ടെന്ന് അംഗീകരിച്ച് തന്നെ അതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ദേവാധിദേവൻ, ജനനമില്ലാത്തവന്റെ ജന്മം. ഈ അന്വേഷണം പരമാത്മാവിലുള്ള മാനവരാശിയുടെ വിശ്വാസത്തെ പൂർവാധികം ബലപ്പെടുത്തി. ഈ അന്വേഷണ യാത്ര സുദീർഘമായി തുടർന്നു.
नमस्ते अस्तु भगवन् विश्वेश्वराय महादेवाय त्र्यम्बकाय त्रिपुरान्तकाय त्रिकालाग्निकालाय कालाग्निरुद्राय नीलकण्ठाय मृत्युञ्जयाय सर्वेश्वराय सदाशिवाय ഭക്തിമാർഗത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഒരേ ഒരു ഈശ്വരനിൽ മാത്രം വിശ്വസിച്ചിരുന്നു. ആ ഈശ്വരൻ സർവോന്നതനും സർവശക്തനും സമ്പൂർണനും പരമദിവ്യ ചൈതന്യവുമായ പരമപിതാവും സ്രഷ്ടാവുമാണെന്ന് അംഗീകരിച്ചു. त्रिनयन महेश्वरने सर्वविघ्नहारियां हरने सुखशान्तिप्रदायकने परं ज्योतिर्स्वरूपने ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय महादीपमे शिवरूपमे जय 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 महादेवा महादीपमे शिवरूपमे जय 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 महादेवा निराकार ज्योतिर्लिंग वडिवां शिव विश्वनाथ हर 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 महादेवा महादीपमे शिवरूपमे शिव 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 शिवलिंग रूपमे निराकार ज्योतिर्लिंग वडिवां शिव विश्वनाथ हर 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 महादेवा 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 നറുദുഗ്ധം നെയ്മധുരം ശിവനായി നിത്യം സമർപ്പിക്കാം അമൃതസമം ഗംഗാജലം ശിവനായി സശ്രദ്ധം അഭിഷേകം ചെയ്യാം അചഞ്ചലമാ സന്മനസി ആ ബ്രഹ്മമയൻ നടമാടും निराकार ज्योतिर्लिंग वडिवां शिव स्वयंभुलिंग हर 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 आदि शिवने महादेवा 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 महादीपमे शिवरूपमे जय 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 महादेवा ജ്യോതി സ്വരൂപഹിതദായേ ഉലകിതിൻ മംഗളമൂർത്തി
ജഗദീശ്വരൻ ശുഭവരദായേ ചൊരിയും കാരുണ്യമാരേ. ദുഃഖമകറ്റും ശിവനേ, സുഖമരുളും ശിവനേ, ജഗം കാക്കും താതൻ ശിവഭഗവാനേ. ഏകേണമേ ശുഭശാന്തിനി മഹാദീപമേ ശിവരൂപമേ. ജയ 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 മഹാദേവ. നിരാകാര ജ്യോതിർലിംഗ വടിവാം ശിവ വിശ്വനാഥ ഹര 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 മഹാദേവ. മഹാദേവ 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 മഹാദേവ. ജയ 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 മഹാദേവ. ജയ 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 മഹാദേവ. മഹാദേവ 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 മഹാദേവ. ഈ വിശ്വാസത്തിന്റെ പേരാണ് ഏകദൈവാരാധന. ഈശ്വരനെ കുറിച്ചുള്ള അനന്തമായ അന്വേഷണത്തിൽ നമ്മൾ അനേകം അഭൗമ ദൈവിക ശക്തികൾക്ക് രൂപം നൽകി. ഈ ദേവീദേവന്മാരുടെ ആരാധന വിവിധ മൂർത്തി രൂപങ്ങളോടെ ക്ഷേത്രങ്ങളിലും ആൽത്തറകളിലും മറ്റുമായി ആരംഭിച്ചു. ചില ദേവതകൾക്ക് മാനവരാശിയുടെ സൃഷ്ടാവ് എന്ന പദവി നൽകി. ചിലരെ ധനത്തിൻ്റെയും അന്നത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പ്രേമത്തിൻ്റെയും പ്രതിനിധികളാക്കി മാറ്റി. ചിലർ നന്മകളുടെയും ചിലർ തിന്മകളുടെയും ദേവതകളായി. വിവിധ ദൈവങ്ങളിലുള്ള ഈ വിശ്വാസം ബഹു ദൈവാരാധന അഥവാ വിഗ്രഹാരാധനയായി മാറി. കാലഗതിയിൽ ചിലർ കരുതി ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന്. ചിലർ പറഞ്ഞു ഈശ്വരൻ അനന്തമാണെന്ന്. മനസ്സിനും ബുദ്ധിക്കും അപ്രാപ്യമാണെന്ന് നനച്ചു. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പലരും കരുതി. ഈശ്വരൻ അവനവന്റെ തന്നെ ഭാഗമാണെന്ന് ചിലർ വിശ്വസിച്ചു. പിന്നെന്തിനാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത്? ഈശ്വരൻ സർവ്വവ്യാപിയും നമ്മുടെ പരിധിക്ക് പുറത്തുമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കുള്ളിൽ തന്നെ വസിക്കുന്നവനാണെങ്കിൽ പുറമെ അന്വേഷിക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? ഈശ്വരനെ കുറിച്ച് നമുക്കുള്ള ഭിന്ന അഭിപ്രായങ്ങൾ അനേക മതങ്ങൾക്ക് ജന്മം നൽകി. കാലഗതിയിൽ അനേക മതങ്ങളിൽ വിശ്വസിച്ചവർ അവരവരുടെ ഈശ്വരന്മാർക്ക് വിവിധ നാമങ്ങളും രൂപങ്ങളും നൽകി. അങ്ങനെ ഒരേ ഒരു ഈശ്വരന് മനുഷ്യർ അനേകം പേരുകൾ നൽകി. അങ്ങനെ ഒരേ ഒരു ഈശ്വരന് മനുഷ്യർ അനേകം പേരുകൾ നൽകി. ശിവൻ, യാഹവേ, യഹോവ, അല്ലാഹു, അഹൂര മസ്ത, ഓം. ഈശ്വരനായി നമ്മൾ അനേകം ക്ഷേത്രങ്ങളും പള്ളികളും മസ്ജിദുകളും സിനഗോഗുകളും ഗുരുദ്വാരകളും അഗ്നിമന്ദിരങ്ങളും നിർമ്മിച്ചു. ഈശ്വരന്റെ പേരിൽ നമ്മൾ നിലവിളിച്ചു, വിലപിച്ചു, രക്തപ്പുഴയൊഴുക്കി. ഈശ്വരപ്രാപ്തിക്കായി സ്വന്തം പ്രാണനെ പോലും പരിത്യജിച്ചു. നമ്മളിൽ
ഭൂരിഭാഗവും ഒരേ ഒരു ഈശ്വരനിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഈ ഈശ്വരനെ കുറിച്ച് നമുക്കിടയിൽ ഇത്രമാത്രം അഭിപ്രായ ഭിന്നത എന്തുകൊണ്ടാണ്? They will be radar signals that we can't easily stop. Moscow, the advanced S-300. അനേകം മതങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഇന്നും ഇത്ര ഭിന്നത കാണുന്നത്? നാം ഹിന്ദുവോ യഹൂദിയോ ക്രിസ്ത്യാനിയോ ഇസ്ലാമിയോ ബുദ്ധമതസ്ഥരോ ആകട്ടെ, കാലപ്രവാഹത്തിൽ ഈശ്വരന്റെ സത്യമായ അസ്തിത്വത്തെക്കുറിച്ച് വിവിധ മതങ്ങൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് ആഴമേറിയതെങ്ങനെ? ഈശ്വരന്റെ ശാശ്വതമായ ഗുണങ്ങളെക്കുറിച്ചും ശക്തികളെക്കുറിച്ചും ആരും തമ്മിൽ അഭിപ്രായ ഐക്യമില്ല. മാനവ ചരിത്രം തന്നെ ഈശ്വരന്റെയും മതങ്ങളുടെയും പേരിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങളാൽ കലുഷിതമാണ്. മൂല്യങ്ങളുടെ തകർച്ച കാരണം ഇതര മതവിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും ഹിംസയിലൂടെ അടിച്ചമർത്തുവാൻ മനുഷ്യർ ആരംഭിച്ചു. ഇസ്ലാമിക യുദ്ധങ്ങൾ, കുരിശ് യുദ്ധങ്ങൾ, സിക്കന്ദർ യുദ്ധങ്ങൾ, മംഗോളിക യുദ്ധങ്ങൾ, ഇവയെല്ലാം ചരിത്ര ഉദാഹരണങ്ങളാണ്. പരമാർത്ഥമെന്തെന്നാൽ ഈശ്വരനെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമുള്ള മനുഷ്യന്റെ ആശയങ്ങളിൽ നിന്നുമാണ് ലോകത്തിലെ സർവ്വമതങ്ങളുടെയും ഉൽപ്പത്തി. എന്നാൽ എല്ലാ സമസ്യകൾക്കും പരമാത്മാവ് തന്നെ ഉത്തരം നൽകുമ്പോൾ മാത്രമേ പരമാർത്ഥം വെളിപ്പെടുകയുള്ളൂ. മനുഷ്യൻ സദാ ഈശ്വരനെ അന്വേഷിക്കുകയാണ്. പക്ഷേ ഈശ്വരനിലേക്കുള്ള വഴി ഈശ്വരൻ തന്നെ കാണിച്ചു തരുന്നതാണ്. ഈശ്വരനെ കുറിച്ച് ആയിരക്കണക്കിന് കെട്ടുകഥകൾ പ്രചാരത്തിലുണ്ട്. ഈശ്വരൻ ആരാണ്? എന്താണ്? എവിടെയാണ്? ഈശ്വരൻ സർവ്വവ്യാപിയാണോ? സർവജ്ഞനാണോ? മാനവ ചരിത്രത്തിൽ ഈശ്വരന്റെ ഭാഗം എന്താണ്? എങ്ങനെയാണ് ഈശ്വരൻ നമ്മെ സൃഷ്ടിച്ചത്? ഈശ്വരോൽപത്തി എങ്ങനെ? അതായത് ആരാണ് ഈശ്വരൻ? ഈശ്വരനെ അറിയുന്നതിന് മുൻപായി നമുക്കൊരു ചുവട് പിന്നോട്ട് പോയി മറ്റൊരു മഹത്വപൂർണമായ സത്യത്തെ അറിയേണ്ടിയിരിക്കുന്നു. ഞാൻ ആരാണ്? നമ്മൾ അല്പം ചിന്തിക്കണം. ഈശ്വരനെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ ആരാണ്? പദാർത്ഥങ്ങളാൽ നിർമ്മിതവും കാലഗതി അനുസരിച്ച് നിരന്തരം നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ ശരീരമാണോ പരമാത്മാവിനെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഈ ശരീരം നമ്മുടെ ഭൗതികമായ ഒരു ഉപകരണം മാത്രമാണ്. സഞ്ചാരത്തിനും ആശയവിനിമയത്തിനും ആഗ്രഹ നിവൃത്തിക്കുമായുള്ള മാധ്യമം. എന്നാൽ ശരീരത്തിന്റെ ബാഹ്യ തലങ്ങൾക്കുപരിയായി വാസ്തവികമായ സത്യമൊന്നുണ്ട്. നമ്മളേവരും അനശ്വരമായ ആത്മാക്കളാണ്. മൗലിക രൂപത്തിൽ നമ്മളെല്ലാവരും സമാനരാണ്. നമ്മൾ ആത്മാക്കൾ അമരരാണ്. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഭൗമിക പ്രകാശ കണങ്ങളാണ്.
മസ്തകത്തിന്റെ ഇരുപുരികങ്ങൾക്ക് മധ്യത്തിലാണ് നമ്മുടെ വാസസ്ഥാനം. അടിസ്ഥാനമായി നമുക്ക് സപ്തസദ്ഗുണങ്ങളാണുള്ളത്: ജ്ഞാനം, സ്നേഹം, ശാന്തി, സുഖം, പവിത്രത, ആനന്ദം, ശക്തികൾ എന്നിവ. എന്നെ വിട്ട് പൊയ്ക്കോ നീ. ഈ സദ്ഗുണങ്ങളുടെ അഭാവമാണ് നമ്മുടെ ജീവിതത്തെ ദുഃഖപൂർണവും അശാന്തവുമാക്കി മാറ്റിയത്. നമ്മുടെ ഗഹനമായ സ്മൃതികളിൽ നമ്മൾ ആത്മാക്കളെല്ലാം പരമാത്മാവിന്റെ സന്താനങ്ങളാണ്. അനാദികാലം മുതൽക്കേ നമ്മൾ ആ പരമാത്മാവിന്റെ സന്താനങ്ങൾ തന്നെയാണ്. ഒരിക്കൽ നമ്മുടേതായിരുന്ന ആ ദിവ്യഗുണങ്ങളെയും ശക്തികളെയും വീണ്ടും നേടുവാനായാണ് നമ്മൾ ആ ഈശ്വരനെ അന്വേഷിക്കുന്നത്. നാം ആത്മാക്കളാണ്, പ്രകാശത്തിന്റെ സൂക്ഷ്മ ബിന്ദുക്കളാണ് എന്ന ആത്മജ്ഞാനമില്ലാതെ നമുക്കൊരിക്കലും സർവോന്നതനായ ഈശ്വരന്റെ അനുഭൂതി നേടുവാൻ സാധിക്കുകയില്ല. ഈ സത്യങ്ങൾ വേദങ്ങളിൽ തന്നെ ലിഖിതമാണ്. शृण्वन्तु विश्वे अमृतस्य पुत्रा आये धामानि दिव्यानि तस्थु वेदाहमेन्तं पुरुषं महान्त आदित्यवर्णात्तं सह परस्तात् तमेव विदित्वाति मृत्युमेति നാന്യഃ പന്ഥാ വിദ്യതേ യനായ. ഹേ അമരത്വത്തിന്റെ പുത്രന്മാരെ ശ്രവിച്ചാലും, ഹേ ദിവ്യധാമവാസികളായ ദേവഗണങ്ങളെ നിങ്ങളും ശ്രവിക്കൂ. ഞാൻ അനാദിയും പുരാതനവുമായ പരപുരുഷനെ പ്രാപ്തമാക്കി കഴിഞ്ഞു. ആ പരംപുരുഷൻ അജ്ഞാനാന്ധകാരത്തിൽ നിന്നും മായയിൽ നിന്നും ഉപരിയാണ്. ആ ചൈതന്യം ഉജ്ജ്വലിക്കുന്ന സൂര്യനെ പോലെയാകുന്നു. ആ പരമപുരുഷനെ പ്രാപ്തമാക്കുന്നതിലൂടെ മാത്രമേ നീ മൃത്യുചക്രത്തിൽ നിന്ന് മോചിതനാവുകയുള്ളൂ. മറ്റൊരു മാർഗമില്ല. ഈശ്വരീയ ജ്ഞാനത്തിലൂടെ പരിമിതമായ ദേഹത്തിന്റെ സ്മൃതിയിൽ നിന്നും ഉപരിയായി അവിനാശിയായ ആത്മാവാണ് താനെന്നുണർന്ന് ആനന്ദസാഗരന്റെ സന്താനമാണെന്ന ആത്മാനുഭൂതിയിലൂടെ പരമമായ ആ ദിവ്യ ചൈതന്യത്തെ അനുഭവവേദ്യമാക്കാൻ സാധിക്കും. ഏതുപോലെ നമ്മൾ ആത്മാക്കൾ പ്രകാശമാണോ, അതുപോലെ നമ്മുടെ പരമാത്മാവും ഒരു ദിവ്യപ്രകാശമാണ്. വിശ്വത്തിലെ സർവമതഗ്രന്ഥങ്ങളിലും ഒരു സത്യം സുവ്യക്തമാക്കിയിട്ടുണ്ട്: ഈശ്വരൻ ഒന്നാണ്, ഒരു ദിവ്യപ്രകാശമാണ്. പരമാത്മാവിന്റെ പ്രകാശരൂപത്തെ പരാമർശിക്കുന്ന ചിത്രങ്ങളും ചിഹ്നങ്ങളും മൂർത്തികളും നാമങ്ങളും സർവമതങ്ങളിലുമുണ്ട്. പരമാത്മാവ് സ്വയം നിരാകാരനാണ്. പരമാത്മാവിന് ഭൗതിക ആകാരമില്ല. ഹിന്ദുധർമ്മത്തിൽ ഈശ്വരനെ ഒരു അണ്ഡാകാര ശരീരയുടെ രൂപത്തിൽ പൂജിക്കുന്നു. അതിനെ ശിവലിംഗമെന്നോ ജ്യോതിർലിംഗമെന്നോ പറയുന്നു. അതായത് പരമാത്മാവ് ജ്യോതിർസ്വരൂപമാണ്. സമ്പൂർണ്ണ ഭാരതത്തിലും വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെ പരമാത്മാവിന്റെ ഇത്തരത്തിലുള്ള പ്രതിഷ്ഠകൾ കാണപ്പെടുന്നു. സൗരാഷ്ട്രത്തിൽ സോമനാഥൻ
ശൈലത്തിൽ മല്ലികാർജുനൻ ഉജ്ജയിനിയിലെ മഹാകാലേശ്വരൻ നർമ്മദാ തീരെ ഓംകാരേശ്വരൻ ജാർഖണ്ഡിൽ വൈദ്യനാഥൻ ഭീമനദീ തീരെ ഭീമശങ്കരൻ രാമേശ്വരത്തിൽ രാമനാഥൻ ഗോമതീ തീരെ നാഗേശ്വരൻ വാരണാസിയിൽ വിശ്വനാഥൻ ഗൗതമീ തീരെ ത്രയംബകേശ്വരൻ ഹിമാലയത്തിൽ കേദാരനാഥൻ മഹാരാഷ്ട്രത്തിൽ കൃഷ്ണേശ്വരൻ പ്രതിഷ്ഠകൾക്ക് മുഖമോ ചെവിയോ പാദങ്ങളോ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള ശരീരമില്ല. ഇത് തെളിയിക്കുന്നത് ശിവലിംഗം നിരാകാരമായ പരമാത്മാവിന്റെ പ്രതീകമാണെന്നാണ്. എവണ്ണം പരമാത്മാവിന്റെ രൂപം വിശിഷ്ടമാണോ അതുപോലെ തന്നെയാണ് നാമവും. പരമാത്മാവിന്റെ അനാദി മുതൽ സുപരിചിതമായ നാമം ശിവൻ എന്നാണ്. അർത്ഥം മംഗളകാരി. ഭാരതത്തിൽ നിന്നും ബാഹ്യലോകത്തിലേക്കുള്ള ഹൈന്ദവ സംസ്കാര പ്രവാഹത്തിന്റെ സിദ്ധാന്തം തെളിയിക്കുന്നത് ഭാഷകളും സംസ്കൃതിയുമെല്ലാം പ്രാചീന ഭാരതത്തിൽ നിന്നുമാണ് സമസ്ത ലോകത്തിലും വ്യാപിച്ചതെന്നാണ്. 2500 സംവത്സരങ്ങൾക്ക് മുൻപ് പ്രാചീന ഭാരതത്തിന്റെ സംസ്കാരം ചൈന, പേർഷ്യ, ആഫ്രിക്ക, ഗ്രീസ്, ബാബിലോണിയ, ഈജിപ്ത് തുടങ്ങി യൂറോപ്പ് വരെയും വ്യാപിക്കപ്പെട്ടു. ഭാരതത്തിന്റെ സുപ്രസിദ്ധ ചരിത്രകാരനായ R.C. മജുംദാർ പറയുന്നത് ഇതിനെക്കുറിച്ച് 100-ലധികം ലേഖനങ്ങൾ ഋഗ്വേദത്തിൽ മാത്രം ഉണ്ടെന്നാണ്. അമേരിക്കയിലെ പ്രസിദ്ധ ലേഖകനായ ഡേവിഡ് ഫ്രോലി ഗോഡ്സ്, സേജസ് ആൻഡ് കിങ്സ് എന്ന തന്റെ പുസ്തകത്തിൽ ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീറൈറ്റിംഗ് ദ വേൾഡ് ഹിസ്റ്ററിയുടെ പ്രസിഡന്റായ P.N. ഓക്ക് സം മിസ്സിംഗ് ചാപ്റ്റേഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന തന്റെ ഗ്രന്ഥത്തിലും ഇത് അംഗീകരിക്കുന്നുണ്ട്. ശിവലിംഗത്തിന്റെ പ്രതീകം അഥവാ ഈ ആകാരത്തിലുള്ള പ്രതിരൂപങ്ങൾ വിശ്വത്തിന്റെ പ്രാചീന സംസ്കാരങ്ങളിലും കാണപ്പെടുന്നു. വിശ്വത്തിലെ അനേകം ദേശങ്ങളിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശിവലിംഗം തെളിയിക്കുന്നത് ഇസ്ലാമിനും ക്രിസ്തുവിനും മുൻപ് സമസ്ത വിശ്വത്തിലും ശിവലിംഗം പൂജിക്കപ്പെട്ടിരുന്നു എന്നാണ്. ഇവയെല്ലാം തന്നെ ആ നിരാകാരനായ പരമാത്മാവിന്റെ പ്രതിരൂപങ്ങളാണ്.
ശിവലിംഗത്തിന്റെ ഉപരിഭാഗത്തിൽ കാണപ്പെടുന്ന പിണ്ഡം വാസ്തവത്തിൽ ഒരു കൊച്ചു സ്തംഭമാണ്. അത് 9 ആധ്യാത്മിക രഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്നു. ഈ സ്തംഭം 3 തുല്യ ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും താഴെയുള്ള ഭാഗം ബ്രഹ്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. മധ്യത്തിലുള്ള അഷ്ടകോൺ വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു. ഈ 2 ഭാഗങ്ങളും സാധാരണ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാറില്ല. കാരണം ഈ 2 ഭാഗങ്ങളും അധോപദമെന്നും ഊർധ്വപദമെന്നും പേരുള്ള ബാഹ്യമായ 2 പീഠങ്ങൾക്കുള്ളിൽ ആയതിനാൽ അവ മറഞ്ഞിരിക്കുന്നു. അതായത് ബ്രഹ്മാവും വിഷ്ണുവും നിരാകാരനും രചയിതാവുമായ ശിവന്റെ രചനകളാണ് എന്ന് സൂചന നൽകുന്നു. ശിവലിംഗത്തിന്റെ മുകളിൽ പുറമേ കാണപ്പെടുന്ന പിണ്ഡത്തെ 7 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. രുദ്രൻ, മഹേശൻ, സദാശിവൻ, പരബിന്ദു, പരനാഥ്, പരാശക്തി, പരശിവം. അതുകൊണ്ട് ശിവലിംഗം ഏതെങ്കിലും ഒരു ലൈംഗിക പ്രതീകമല്ല. നിരാകാരനായ പരമാത്മാ ശിവന്റെ സാകാര പ്രതീകമാണിത്. മഹേശം സുരേശം സുരാതിനാശം വിഭും വിശ്വനാഥം ബ്രഹ്മസ്വരൂപം വിരൂപാക്ഷമിം ത്വർക്കവൻഹിത്രനേത്രം സദാനന്ദമീദേ പ്രഭു സ്വയം സ്വരൂപം. യഹൂദരും ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവരും ഇസ്ലാം ധർമ്മത്തിലുള്ളവരും അബ്രഹാമിനെ പരമാത്മാവിന്റെ ദൂതനായി അംഗീകരിക്കുന്നു. അവരിൽ ചിലർ മാനിക്കുന്നത് മക്കയിലെ കാബയിൽ പുരാതന കാലത്ത് ഒരു പവിത്രമായ കല്ല് അദ്ദേഹം സ്ഥാപിച്ചുവെന്നാണ്. ആ പവിത്രമായ കല്ല് തെളിയിക്കുന്നത് പരമാത്മാവ് നിരാകാരനാണെന്നാണ്. മോസസിനും ജ്യോതിർസ്വരൂപനായ പരമാത്മാവിന്റെ സാക്ഷാത്കാരം പ്രാപ്തമായിരുന്നു. അദ്ദേഹത്തെ യഹൂദരും ക്രൈസ്തവരും മുസ്ലിം ധർമ്മത്തിലുള്ളവരും ഈശ്വരന്റെ ദൂതനായി അംഗീകരിക്കുന്നു. שמע ישראל, אדוני אלוהינו, אדוני אחד, ברוך שם כבוד מלכותו לעולם ועד. ביחדת את אדוני אלוהיך. പാഴ്സി ധർമ്മത്തിന്റെ സ്ഥാപകനായ സൊറാസ്റ്റർ അഗൂറ മസ്ദ അഥവാ ഈശ്വരനെ പ്രകാശമായും ജ്ഞാനത്തിന്റെ അധിപനായും കാണിച്ചിരിക്കുന്നു. അതിനാൽ പാഴ്സികൾ അഗ്നിയെ അവരുടെ കേന്ദ്രചിഹ്നമായി മാനിക്കുന്നു. ആ പരമാത്മാവിന്റെ മൗലിക പ്രതീകം പ്രകാശവും ഊർജവുമാണ്. യേശുക്രിസ്തുവും പരമാത്മാവിനെ പ്രകാശരൂപമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. Let us pray. Our Father, who art in heaven, hallowed be thy name. Thy kingdom come. Thy will be done on earth as it is in heaven. ബൈബിളിലും പരമാത്മാവ് പ്രകാശമാണ് എന്ന് ലിഖിതമാണ്. സിഖ് ധർമ്മത്തിന്റെ സ്ഥാപകനായ ഗുരു നാനാക്ക് ഈശ്വരനെ ഏക് ഓംകാർ നിരാകാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം ഈശ്വരൻ പ്രകാശമാണ്, നിരാകാരനാണ് എന്നാണ്. आदि सच जुगाद सच है भी सच नानक होसी भी सच. എല്ലാ ധർമ്മങ്ങളിലും ആധ്യാത്മിക സാധനകളിലും അഗ്നി അഥവാ പ്രകാശത്തെ ഈശ്വരന്റെ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നു. അഗ്നി പരമാത്മാവിന്റെ ശുദ്ധീകരണ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. അതുകൂടാതെ പരമാത്മാവ് പ്രകാശങ്ങളുടെയും പ്രകാശമാണെന്ന സന്ദേശം നൽകുന്നു. ബൗദ്ധധർമ്മത്തിന്റെ ധമ്പത്തിൽ പറയുന്നത് ബുദ്ധന്റെ പ്രകാശം
അനുസ്യൂതം തിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. സിഖ് ധർമ്മത്തിന്റെ ആദ്യ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പരമാത്മാവ് സത്യവും എല്ലാവരുടെയും പ്രകാശവുമാണ് എന്നാണ്. തനത് അമേരിക്കൻ വിശ്വാസമായ കബല്യാക്ക് ഗാണായിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ ദിവ്യപ്രകാശം എന്റെ ജനങ്ങളുടെ മേൽ ഉണ്ടെന്നാണ്. ആഫ്രിക്കൻ ഗോത്രവിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്നത് പരമാത്മാവ് സൂര്യനാണ്, അത് സമസ്ത ലോകത്തിലും പ്രകാശം പരത്തുന്നു എന്നാണ്. യഹൂദധർമ്മത്തിന്റെ സാംസ് എന്ന ധർമ്മഗീതത്തിൽ പറയുന്നത് പരമാത്മാവ് എന്റെ പ്രകാശമാണ്, അതിനെ ഞാൻ ഭയക്കേണ്ടതുണ്ട് എന്നാണ്. താവോ ധർമ്മത്തിൽ പറയുന്നത് പരമാത്മാവ് പ്രകാശമയനായ ഋഷിയായി എല്ലാവർക്കും സേവനം ചെയ്യുന്നുവെന്നാണ്. ഹിന്ദുധർമ്മത്തിൽ പരമാത്മാവ് എല്ലാ ദേവതകളുടെയും ഈശ്വരനാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കറിന്റെയും കൂടി രചയിതാവായത് കാരണം ത്രിമൂർത്തി ശിവൻ അഥവാ ത്രയംബകേശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. രാമന്റെയും ഈശ്വരനായത് കാരണം രാമേശ്വരൻ എന്നും, കൃഷ്ണന്റെ ഈശ്വരനായത് കാരണം ഗോപേശ്വരൻ എന്നും പറയപ്പെടുന്നു. എന്നാൽ വാസ്തവത്തിൽ ശങ്കരൻ ത്രിദേവന്മാരിൽ ഒരാളാണ്. അത് രചനയാണ്. ശിവൻ ത്രിമൂർത്തി രചയിതാവാണ്, അഥവാ ത്രിമൂർത്തിമാരുടെ തന്നെ സ്രഷ്ടാവാണ്. പലരും ഈശ്വരൻ എല്ലായിടത്തും വിഹരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈശ്വരൻ ഈ ഭൗതിക ജഗത്തിനും ഉപരിയാണ്. പരമാത്മാവ് സർവവ്യാപിയല്ല, മറിച്ച് സർവശക്തനും സർവജ്ഞനുമാണ്. പരമാത്മാവ് സർവവ്യാപിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എല്ലാ ധർമ്മത്തിലുള്ള മനുഷ്യരും ഈശ്വരനെ വിളിക്കുന്ന സമയത്ത് മുകളിലേക്ക് നോക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ പരമാത്മാവ് ഒന്നു മാത്രമാണ് എല്ലാ ധർമ്മങ്ങളിലും സംസ്കാരങ്ങളിലും സമ്പ്രദായങ്ങളിലുമുള്ള ആത്മാക്കളുടെ സംരക്ഷകൻ. ആരും തന്നെ പരമാത്മാവിനെ തന്റെ പിതാവായി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പരമാത്മാവ് നമ്മുടെയെല്ലാം പരമപിതാവാണ്. മനുഷ്യന്റെ രൂപത്തിൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ഭൗതിക ലോകത്തിൽ നാം വസിക്കുന്നു. ഭൂമിയും സൂര്യനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആകാശഗംഗയും ഇതിലുൾപ്പെടും. എന്നാൽ ഈ ബ്രഹ്മാണ്ടത്തിനും ഉപരിയാണ് പരമാത്മാവിന്റെ യഥാർത്ഥമായ വാസസ്ഥാനം. സമയത്തിനും അന്തരീക്ഷത്തിനും അപ്പുറം, ദൂരമളക്കാനുള്ള ഭൗതികമായ അളവുകൾക്കപ്പുറം. സ്ഥൂലമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മപ്രകാശത്താൽ നിർമ്മിക്കപ്പെട്ട അന്തരീക്ഷ വിന്യാസത്തിനും അപ്പുറം സുവർണ ചുവപ്പ് പ്രകാശത്താൽ നിറഞ്ഞ അദൃശ്യമായ ആറാമത് തത്വമാണത്. ഇതാണ് നമ്മൾ ആത്മാക്കളുടെ ധാമം. അതിന് ബ്രഹ്മലോകം അഥവാ പരംധാമം എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ആത്മാക്കൾ സമ്പൂർണ്ണ ശാന്തിയുടെ അവസ്ഥയിൽ നിവസിക്കുന്നു.
ഇത് ശാന്തിയുടെ ലോകമാണ്, നമ്മുടെ മനോഹരമായ സൗധവും. മനുഷ്യാത്മാക്കളുടെ വിശാലമായ പരിവാരമാകുന്ന വൃക്ഷത്തിന്റെ ബീജമാണ് പരമാത്മാവ്. പരമാത്മാവ് ഒരു മഹാസാഗരമാണ്. ജ്ഞാനം, പവിത്രത, ശാന്തി, പ്രേമം, സുഖം, ആനന്ദം, ശക്തികൾ ഇവയുടെ അനന്തമായ സാഗരം. പരമാത്മാവിന് തൻ്റെ മക്കളോട് നിസ്സീമമായ സ്നേഹമുണ്ട്. അതിനാലാണ് പരമാത്മാവ് സ്നേഹമാണ് എന്ന് പറയുന്നത്. പരമാത്മാവ് സുഖദുഃഖങ്ങൾക്കും ജനുമൃതി ചക്രങ്ങൾക്കും ഉപരിയാണ്. എന്നാൽ സമയം ആസന്നമാകുമ്പോൾ പരമാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നു. കലിതുള്ളുന്നു കലികാലം, കൊടുമുടിയേറുന്ന നീതികൾ, കൊടുമ്പിരി കൊള്ളുന്ന ന്യായം, ദുഷ്ടവർഗത്തിൻ വാഴ്ചയിലായി ശിഷ്ട സംരക്ഷണത്തിനായി ധർമ്മപരിപാലനത്തിനായി അവതരിക്കുന്നു അഖിലേശൻ ഈ പുരുഷോത്തമ സംഗമയുഗമിതിലായി. കലിതുള്ളുന്നു കലികാലം, കൊടുമുടിയേറുന്ന നീതികൾ, കൊടുമ്പിരി കൊള്ളുന്ന ന്യായം, ദുഷ്ടവർഗത്തിൻ വാഴ്ചയിലായി ശിഷ്ട സംരക്ഷണത്തിനായി ധർമ്മപരിപാലനത്തിനായി അവതരിക്കുന്നു അഖിലേശൻ ഈ പുരുഷോത്തമ സംഗമയുഗമിതിലായി. വർത്തമാന യുഗത്തിന്റെ അന്തിമസമമായ കലിയുഗത്തിലാണ് പരമാത്മാവിന്റെ അവതാരം. യുദ്ധങ്ങളുടെ, രോഗപീഠകളുടെ, ദുഃഖങ്ങളുടെ യുഗമാണ് കലിയുഗം. മനുഷ്യനെ കാമ, ക്രോധ, മോഹ, ലോഭ, അഹങ്കാരങ്ങൾ ഗ്രസിക്കുന്ന കാലം. വർത്തമാനകാലത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇന്നത്തെ ലോകം സമ്പൂർണമായും അന്ധകാരത്തിലാണ് എന്ന് പറയുന്നത് തെറ്റില്ല. സർവ മനുഷ്യരെയും ദുഃഖങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഈ വെല്ലുവിളി നേരിടാൻ സർവശക്തനായ പരമപിത പരമാത്മാവിന് മാത്രമേ കഴിയൂ. ഈ കാരണത്താൽ ലോകർ പരമാത്മാവിനെ മുക്തിദാതാവ് എന്ന ഭാവത്തിൽ സ്മരിക്കുന്നു. പവിത്രതയും ശാന്തിയും സുഖവും പുനഃസ്ഥാപിക്കുന്നതിനായി പരമാത്മാവ് മനുഷ്യ സൃഷ്ടിയിൽ ഇടപെടുന്ന സമയമാണിത്. കലിയുഗത്തിൽ നിന്ന് സത്യയുഗം വരെയുള്ള ഈ പരിവർത്തന കാലത്തെ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ സംഗമയുഗം എന്ന് വിളിക്കുന്നു. ബൈബിളിൽ ഈ കാലഘട്ടത്തെ ജനസിസ് അഥവാ പുതിയ ലോകത്തിന്റെ ആരംഭം എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രകൃതിയുടെ നിയമമനുസരിച്ച് നമ്മൾ ആത്മാക്കൾക്ക് ശരീരമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പരമാത്മാവ് പോലും ഈ നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ പരമാത്മാവ് ലൗകികതയ്ക്ക് ഉപരിയാണ്. സാധാരണ മനുഷ്യരെ പോലെ മാതാവിന്റെ ഗർഭത്തിൽ ജനിക്കുന്നില്ല. ഓം ശിവോഹം, ഓം ശിവോഹം, ജ്ഞാനന്ദരൂപം, ജ്ഞാനസ്വരൂപം, പ്രകാശസ്വരൂപം. ഓം ശിവോഹം, ഓം ശിവോഹം, ഓം ശിവോഹം. എന്നാൽ ഒരു
വൃദ്ധമനുഷ്യന്റെ ശരീരത്തിൽ പരകായ പ്രവേശം ചെയ്ത് അവതരിച്ച് തന്റെ ദിവ്യ കർത്തവ്യം നിറവേറ്റുന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രജാപിത ബ്രഹ്മ എന്ന് വയ്ക്കുന്നു. പരമാത്മാവ് ബ്രഹ്മാവിലൂടെ അനാദിയായ സത്യത്തിന്റെ ജ്ഞാനം നൽകി മനുഷ്യാത്മാക്കളെ ദിവ്യ ഗുണങ്ങളാലും വിശേഷതകളാലും സമ്പന്നമാക്കുന്നു. പരമാത്മാവ് അധ്യാപകന്റെ രൂപത്തിൽ മാനവ ചരിത്രത്തിന്റെ രഹസ്യങ്ങളെ സൃഷ്ടിരചനയുടെയും വിനാശത്തിന്റെയും രൂപത്തിൽ കാട്ടിത്തരുന്നു. യുഗങ്ങളുടെ ചാക്രിക ക്രമത്തിൽ അതനുസരിച്ച് ഈ സൃഷ്ടിചക്രത്തിന് 5 ഭാഗങ്ങളുണ്ട്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, സംഗമയുഗം എന്നിങ്ങനെ. മനുഷ്യകുലത്തിന്റെ ചരിത്രം ഉന്നതിയിൽ നിന്നും അവരോഹണ ക്രമത്തിൽ. ആദിയിൽ സത്യയുഗത്തിൽ ദിവ്യമായ പവിത്രമായ ആത്മാക്കൾ ഉന്നത സംസ്കാരത്തിൽ ഏകതയോടെ കഴിഞ്ഞിരുന്നു. ത്രേതായുഗത്തിൽ സംസ്കാരം വിപുലമായതോടെ ദിവ്യമായ നീതി വ്യവസ്ഥയിൽ വളരെ ചെറിയ കുറവ് അനുഭവപ്പെട്ടു. ദ്വാപരയുഗത്തിൽ ഏകതയിലും മൂല്യങ്ങളിലും വലിയ കുറവ് സംഭവിച്ചു തുടങ്ങി. കലിയുഗത്തിൽ അവ പൂർണ്ണമായും തന്നെ അപ്രത്യക്ഷമായി. പിന്നീട് സംഗമയുഗത്തിൽ സ്വയം പരമാത്മാവ് ദിവ്യഗുണങ്ങളാൽ മനുഷ്യാത്മാക്കൾക്ക് പുനരുദ്ധാരണം നൽകുന്നു. बच्चों को याद रहती है। युग में कल्प कल्प आय कर कर करके बच्चों को सदा सुखी बनाता हूँ। इसका नाम शिव है, नहीं बच्चे रुकाए जाते सदा। പരമാത്മാവ് തന്റെ വിശേഷതകളെക്കുറിച്ചും നമ്മോടുള്ള പരമാത്മാവിന്റെ ശാശ്വതമായ ബന്ധങ്ങളെക്കുറിച്ചും പറഞ്ഞു തരികയാണ്. അതിനായി പരമാത്മാവ് നമുക്ക് ആത്മീയ ജ്ഞാനത്തിന്റെ മാർഗം കാണിച്ചു തരുന്നു. ആ മാർഗത്തിൽ അറിവ്, അനുഭവം കൂടാതെ പരിവർത്തന ശക്തിയുടെയും जब गाती हो नहीं, माँ बाप हमारे गॉड फादर जिसको कहा जाते हैं, सिर्फ ईश्वर और प्रभु करने से वो वर्षे का वो मजा नहीं आती है। फादर कहने से അതിലൂടെ നമുക്ക് ഈ ആത്മീയ ജ്ഞാനമാകുന്ന ഫലം പൂർണ്ണമായും ഉപയോഗിക്കുവാൻ കഴിയുന്നു. ഈ പഠനത്തിന്റെ പരിശീലനം നടക്കുന്നത് ആത്മാവിന്റെ ഭാഷയായ നിശബ്ദതയിലൂടെയാണ്. പരമാത്മാവായ അധ്യാപകൻ ഉറപ്പു തരുന്നു, നമ്മൾ നിശബ്ദതയിൽ സ്ഥിരമായിരിക്കുവാൻ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ തന്നെ സഹായിയായി തീരുകയും നമ്മുടെ ബുദ്ധി ദിവ്യമായി തീരുകയും ചെയ്യും. ज्ञान सुनाए रहे हैं जो कोई भी सुनाए न सकेंगे। ഈ ശക്തിമത്തായ മാർഗത്തിലൂടെ നമുക്ക് പരമാത്മാവിനോട് ബന്ധപ്പെടുവാൻ കഴിയും. ഇതിനെയാണ് രാജയോഗം എന്ന് വിളിക്കുന്നത്. രാജയോഗം ആത്മാവിലെ മുഴുവൻ പാപത്തെയും ശുദ്ധീകരിക്കുന്നു. വിധാതാവിനോട് മാനസികവും ഭാവനാത്മകവുമായ ബന്ധം വയ്ക്കുന്നതിലൂടെയാണ് പതിതമായ ആത്മാവ് പാവനമാകുന്നത്. ഈ മാർഗത്തിലൂടെ നമ്മുടെ പഴയ പാപത്തിന്റെ എല്ലാ സംസ്കാരവും ഇല്ലാതാകുന്നു. കാരണം പരമാത്മാവുമായുള്ള ബുദ്ധിപരമായ ബന്ധം ശുദ്ധീകരിക്കുന്ന അഗ്നിക്ക് സമാനമാണ്. ആത്മാഭിമാന സ്ഥിതിയിലും പരമാത്മാഭിമാന സ്ഥിതിയിലും സ്ഥിരതയോടും ഏകതയോടും കൂടി കഴിയുമ്പോൾ അത് നമ്മളിലും വിശ്വത്തിലും ശാന്തിയും ആനന്ദവും കൊണ്ടുവരും. ഇപ്പോൾ പരമാത്മാവിന്റെ ശക്തിയും സ്നേഹവും അനുഭവവേദ്യമാക്കുവാനുള്ള സമയമാണ്. സ്വസ്ഥമായിരുന്ന് ചിന്തകളെ തന്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരൂ. ഞാൻ ഒരാത്മാവാകുന്നു. ഈ ശരീരത്തിൽ വസിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രമാകുന്നു.
മസ്തകത്തിൽ, ഭൃകുടി മധ്യത്തിൽ ഞാൻ പരമാത്മാവിൻ്റെ സന്താനമാകുന്നു. അതിസുന്ദരമായ ദിവ്യപ്രകാശ ബിന്ദുവാകുന്നു. പരമധാമത്തിൽ വസിക്കുന്ന പരമാത്മാവിൻ്റെ സന്താനമാകുന്നു. അവിടെ ചുവന്ന സുവർണ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു. ഞാനും ഈ ശാന്തിധാമത്തിലെ നിവാസിയാകുന്നു. ഇത് തന്നെയാണ് എൻ്റെ യഥാർത്ഥമായ ഗേഹം. പരമപിത പരമാത്മാവ് സർവരുടെയും മംഗളകാരിയാണ്. പരമാത്മാവിനിൽ പ്രേമം, ജ്ഞാനം, ശാന്തി, ആനന്ദം, പ്രസന്നത, പവിത്രത, ശക്തികൾ എന്നിവ പ്രദാനം ചെയ്യുന്നു. പരമാത്മാവ് എൻ്റെ മുക്തിദാതാവാകുന്നു. ഈ പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്ന ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ പിതാവും മാതാവുമായുള്ള പരമാത്മാവുമായി സംഗമിക്കുന്നു. ഓ എൻ്റെ പ്രിയപ്പെട്ട പരമപിതാവേ, സമസ്ത മനുഷ്യകുലത്തിൻ്റെയും പാലകനെ, ഞാൻ എല്ലാ അർത്ഥത്തിലും നിന്റേത് മാത്രമാകുന്നു. അങ്ങനെ നിമിഷം എന്നെ പവിത്രവും അതിദിവ്യവുമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങെനിക്ക് അതിരട്ട ആഹ്ലാദവും പ്രസന്നതയും പ്രശാന്തിയും നൽകുകയാണ്. അങ്ങെനിക്ക് നൽകിയ ആരോഗ്യത്തിനും ജ്ഞാനത്തിനും സുഖത്തിനും ഞാൻ എന്നും കൃതാർത്ഥനായിരിക്കും പിതാവേ. ഈശ്വരനില്ലെന്ന് ആർ ചൊല്ലിയാലും മനസാക്ഷിയോടത് ചൊല്ലുകില്ലാരും. ജ്ഞാനാർദ്ര ദൃഷ്ടിയാൽ ആഴ്ന്നൊന്നു നോക്കിയാൽ ഈശ്വരനെ സ്വയം സ്നേഹമെന്നുണരാം. ഈ ലോകമാകെ ആ സ്നേഹദീപ്തിയിൽ കാണാം, പാടാം, സാനന്ദമാടാം, സാനന്ദമാടാം. പാപ്പ നിപമ ഗമ പപ ഗമ പസനി പനി നി സസ. ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യാനി സോദരർ നമ്മൾ ചേർന്നിടാമൊന്നായി. ഓ അജ്ഞാനമാകും ഇരുൾ നീക്കും ഈശ്വര ജ്യോതിർസ്വരൂപത്തിൽ അലിയാം നാം ഒന്നായി. ഈ സ്നേഹഗംഗയിൽ നീരാടാമൊന്നായി, ഈശ്വര പ്രേമത്തിൽ ആറാടാമൊന്നായി. സ്വർഗവും മണ്ണിൽ പാർത്തിടാമൊന്നായി, മധ്യവർഗങ്ങൾ ചേർന്നെങ്കിൽ ഒന്നായി. ഈ ലോകമാകെ ആ സ്നേഹദീപ്തിയിൽ ഒന്നായി കാണാം, സാനന്ദമാടാം, ഒന്നായി പാടാം, സാനന്ദമാടാം, ഒന്നായി പാടാം.
നമ്മുടെ ശ്രേഷ്ഠ ദിവ്യഗുണങ്ങളുടെയും ആത്മീയ ചേതനയുടെയും ഉന്നതിയുടേതുമാണ്. സാധാരണ മനുഷ്യന് സർവലൗകികമായ ഒരേ ഒരു ഈശ്വരനിൽ വിശ്വാസമുണ്ടാകുമ്പോഴാണ് പരസ്പരം സാഹോദര്യമുണ്ടാകുന്നത്. അപ്പോൾ നാം എല്ലാവരും ഒരേ ഒരു പരമപിതാവിന്റെ സന്താനങ്ങളാണെന്ന അനുഭവം ഉണ്ടാകും. ആ പരമാത്മാവ് ദിവ്യപ്രകാശവും ശക്തിയുമാണ്. പ്രാചീന കാലം മുതൽ പ്രേമപൂർവം പരമാത്മാവിനെ അനേക നാമങ്ങളിൽ വിളിച്ചിരുന്നു. ശിവൻ, യാഹവേ, യഹോവ, അല്ലാഹു, ഗോഡ്, ഓം എന്നിങ്ങനെ. എന്നാൽ അതെല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പരമവും ദിവ്യവുമായ പ്രകാശം. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. പശൂനാം പതിം പാപനാശം പരേശം പൂർണ്ണജ്ഞാനസാഗരമഹച്ചിത് സ്വരൂപം സ്വയം പ്രകാശദേവോ ശ്രീ സോമനാഥ മഹാദേവമേകം സ്മരാമി സ്മരാമി. أتأمل في الله العظيم. هو رب جميع الكائنات، هو المخلص من الآثام، هو رب الجنة، هو محيط من المعرفة، هو الكيان النوراني ورب الكون. ധ്യാനിച്ചിടുന്നേൻ ഒരേയൊരു ഈശ്വരനെ, സർവജ്ഞാനസാഗരൻ പാപവിനാശകനെ, സർവലോകൈകനാഥനെ, സകല ചരാചരൻ അഖില നിർഭരനെ, പരഞ്ജ്യോതിർമയൻ പരമപുരുഷനെ, സ്വയം പ്രഭാപൂരമാം കൃപാകതിർമയനെ. മഹേശം സുരേശം സുരാതിനാശം വിഭും വിശ്വനാഥം ബ്രഹ്മസ്വരൂപം വിരൂപാക്ഷമിത്വർക്കവൻഹിത്രനേത്രം സദാനന്ദമീദേ പ്രഭു സ്വയം സ്വരൂപം. أصلي لرب جميع الأسياد. هو الله الأعظم، هو إله نبلاء الجنة، هو مصدر الخير، هو العليم والخبير، هو رب الكون، هو محيط من الرحمة، هو خالق الكون. ധ്യാനിച്ചിടുന്നേൻ മഹേശ സർവേശനെ, അഖില ശോകഹാരി അസുര സംഹാരിയെ, നന്മകൾക്കെല്ലാം വിളനിലമാകുമവനെ, തിന്മകൾക്കെല്ലാം ഉന്മൂലനാശകനെ, പ്രകൃതി നിയാമകനെ, പ്രപഞ്ചേശ്വരനെ, വിനവിഘ്ന വിനാശകൻ വിശ്വേശ്വരനെ, പഞ്ചഭൂതേശൻ നവഗ്രഹ നായകനെ, സർവ ശുഭമംഗളദായകനെ, ത്രികാലദർശിയാം ത്രിനയന ദേവനെ. ശിവാകാന്ത ശംഭോ സദാ ശാന്തരൂപോ ചിതാകാശരൂപോ മഹാജ്ഞാനരൂപോ ത്വമേക ജഗത്പ്രിയ വിശ്വരൂപ പ്രസീദ പ്രസീദ പ്രഭോ പൂർണ്ണരൂപ. أتطلع إلى لطفك معي يا الله. هو الكامل المكتمل، هو في سلام أبدي، هو مفعم بالمعرفة، هو الوحيد الذي تمتد طاقته في كل مكان، هو الذي يطوق نوره كامل الكون. ധ്യാനിച്ചിടുന്നേൻ സമസ്ത വിശ്വപ്രിയനെ, മഹാശാന്തമൂർത്തി മഹാധ്യാനമയനെ, ആദ്യന്തരഹിതനായ പ്രകാശരൂപനെ, ആകാശരൂപിയാം ആനന്ദമയനെ, നിരാധാരനാം സർവാധാരനെ, സദാനന്ദദേവൻ മഹദീശ ശിവനെ, പ്രസീദ പ്രസീദ സമ്പൂർണ്ണ രൂപനെ.
परात्मनामद्यं जगद्बीजमेकं निरीहं निरङ्कार ओङ्कारवन्द्यं यतो जायते फाल्यते येन विश्वं तमीशं भजे लीयहे यात्र विश्वम्। أنا أسجد لله، هو النور الأسمى، هو بذرة العالم، هو في غنى عن الرغبات، ليس لديه أي شكل جسدي، هو الذي يعرف من خلال معرفة النفس، هو الذي يخلق العالم ويعتني به ويدمجه في عمق كيانه. ധ്യാനിച്ചിടുന്നേൻ ജഗദ്ബീജ ശിവനെ, പരബ്രഹ്മ വടിവാം ഓംകാരമയനെ, അണു അണുവായി നിറയും അഖില നിർഭരനെ, അഖില ജഗന്മയൻ ഓംകാരമയനെ, സച്ചിന്മയൻ സാക്ഷാൽ ബ്രഹ്മസ്വരൂപനെ, പരമപാവനമാം പരമേശ്വരനെ, ആ ചന്ദ്രതാരം ജ്വലിക്കുമീ വിശ്വം, ആ ബ്രഹ്മരൂപന്റെ മായാവിലാസം. न भूमिर्न चापो न वह्निर्न वायु न चाकाशमस्ते न तन्त्र न निद्रा न ग्रीष्मो न शीतं न देशो न वेशो न यास्य हि मूर्ति त्रिमूर्तिं तमीदे। أنا أصلي لله وأمجده، هو الخالق والحافظ والمحول، والذي لا يتأثر بالأرض والماء والنار والهواء والأثير والحر والبرد وجميع الطقوس. ധ്യാനിച്ചിടുന്നേൻ സർവഭൂതാത്മനാഥനെ, അഗ്നി ജലം വായു ആകാശഭൂമിയായി സ്ഥലകാലഭേദരഹിതനാം ഹരനെ, കാലതാളങ്ങൾ പോൽ കോലങ്ങൾ തീർത്താടും കാലാന്തകൻ മഹാ അന്ധകാരാന്തകനെ, എന്നും ജ്വലിക്കുന്ന പഞ്ചഭൂതേശനെ, ഋതുഭേദരഹിതനാം നിഖില നിർഭരനെ. अजं शाश्वतं कारणं कारणानां शिवं केवलं भासकं भासकानां तुरीयं तमः परमाद्यन्तहीनं प्रपद्ये परं पावनं द्वैतहीनम्। أمجد الله الأقدس، هو الذي لم يولد، هو الباقي دائما، هو المسبب لجميع الأسباب، هو المسالم، هو النور لجميع الأنوار، هو الذي لديه المعرفة عن خلقه، هو الذي لا بداية له ولا نهاية وليس لديه أي انقسامات. ധ്യാനിച്ചിടുന്നേൻ ആദിജ്യോതിർമഹസ്സിനെ, നിരാകാരനാകും സർവാകാരവാസനെ, സംസാര സാഗര മോചിതനീശനെ, ജനിമൃതിരഹിതനാം സ്വയംഭൂ ശിവനെ, പരമസായുജ്യമരുളും പരാത്പരനെ, ആദ്യന്തരഹിതമാം പരമാത്മജ്യോതിയെ, പരമപാവനമാം അദ്വൈത പ്രദീപ്തിയെ. नमस्ते नमस्ते विभु विश्वमूर्ते, नमस्ते नमस्ते तपोयोगगम्ये, नमस्ते नमस्ते चिदानन्दमूर्ते, नमस्ते नमस्ते श्रुतिज्ञानगम्ये। تحيات إجلال واحترام لله، مستودع المعرفة وإله كل العوالم. تحيات إجلال واحترام لله الذي يجب معرفته من خلال التأمل والاتصال به. تحيات إجلال لله، هو النعيم المستديم. تحيات إجلال لله الذي يتم الوصول إليه من خلال المعرفة. ധ്യാനിച്ചിടുന്നേൻ ആദിമൂല ജ്യോതിയെ, ധ്യാനിച്ചിടുന്നേൻ അഖില ജഗന്മയനെ, ധ്യാനിച്ചിടുന്നേൻ ത്രികാലദർശിയെ, ധ്യാനിച്ചിടുന്നേൻ ത്രയംബകേശ്വരനെ. പ്രണാമം പ്രണാമം പരം ജ്യോതിർസ്വരൂപേ, പ്രണാമം പ്രണാമം സർവപുരാണ പ്രകീർത്തെ, പ്രണാമം പ്രണാമം സച്ചിദാനന്ദമൂർത്തെ, പ്രണാമം പ്രണാമം പ്രശാന്തി ശുഭാനന്ദദായിനെ. പ്രണാമം പ്രണാമം പ്രണാമം.